അസ്സലാമലൈക്കും. പല ആളുകളും പറയുന്ന കാര്യമാണ്, ഒരുപാട് ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ എത്ര ദുആ ചെയ്തിട്ടും എൻ്റെ ദുആക്ക് മാത്രം റബ്ബ് സ്വീകരിക്കുന്നില്ലല്ലോ. വളരെ സങ്കടത്തോടെ അവർ പറയാറുണ്ട്, എൻ്റെ ദുആ മാത്രം അള്ളാഹു സ്വീകരിക്കുന്നില്ല. നിങ്ങൾക്ക് തോന്നാറുണ്ടോ ചില സന്ദർഭങ്ങളിലൊക്കെ അത് ശരിയല്ലേ? എന്നാൽ അത് ശൈത്താനിൻ്റെ വെറും തോന്നിപ്പിക്കൽ മാത്രമാണ്. സത്യത്തിൽ നീ ചെയ്ത എല്ലാ ദുആയും റബ്ബ് സ്വീകരിക്കുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? ചില സമയത്ത് നീ ദുആ ചെയ്താൽ എന്താണോ അത് റബ്ബ് നിനക്ക് നൽകും. രണ്ടാമത്തത്, ചിലപ്പോൾ നീ ദുആ ചെയ്താൽ പകരം നിനക്ക് വേണ്ടി വരാനിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ മുസീബത്തുണ്ടെങ്കിൽ ആ ദുആ കൊണ്ട് ആ മുസീബുകളത്തൊക്കെ തട്ടി നിൽക്കും. എന്തെങ്കിലും മാറാരോഗ, അപകട, മരണം അതുപോലെയുള്ള എന്തെങ്കിലും മുസീബത്ത് നിനക്ക് വേണ്ടി വരുന്നുണ്ടെങ്കിൽ ഈ ദുആ ചെയ്യുന്നത് കൊണ്ട് ആ മുസീബത്തിനെ അള്ളാഹു തട്ടി മാറ്റുന്നതാണ്. പിന്നെ നീ ദുആ ചെയ്തതിന് ആഖിറത്തിലേക്ക് റബ്ബ് നീട്ടിവെക്കും. അതായത് തിന്മ തൂക്കുന്ന സമയം നിന്റെ തിന്മയുടെ തട്ട് താഴെ നിൽക്കുകയും വല്ല നന്മയും കിട്ടിയിരുന്നെങ്കിൽ നീ പ്രതീക്ഷിക്കുന്ന ഒരു സമയമുണ്ട്. കിട്ടിയാൽ നന്മയുടെ തട്ട് ഭാരം കൂടും, സ്വർഗത്തിലെ ഉന്നത പദവിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അങ്ങനെ നിൽക്കുന്ന സമയം പെട്ടെന്ന് നിന്റെ നന്മയുടെ തട്ട് ഭാരം കൂടും. ഇത് കാണുമ്പോൾ അപ്പോൾ നീ റബ്ബിനോട് ചോദിക്കും, അല്ലാ, നന്മയുടെ തട്ട് തൂങ്ങാൻ മാത്രം ഉള്ള നന്മയൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് റബ്ബ് ഇത് സംഭവിക്കുന്നത്? അപ്പോൾ റബ്ബ് നിന്നോട് പറയും, ദുനിയാവിൽ നിന്ന് നീ എന്നോട് ദുആ ചെയ്തിരുന്നില്ലേ, അപ്പോൾ നിനക്ക് ഞാൻ അത് തരാതിരുന്നത് നിന്നെ ഇവിടെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ നീ റബ്ബിനോട് പറയും, യാ അല്ലാ, യാ അല്ലാ, അങ്ങനെയെങ്കിൽ എൻ്റെ ഒരൊറ്റ ദുആയും ദുനിയാവിൽ നീ സ്വീകരിക്കാതെ എല്ലാ ദുആയും ആഖിറത്തിലേക്ക് മാറ്റിവെക്കാമായിരുന്നില്ലേ? ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു സമ്പത്താണ് ദുആ എന്ന് പറയുന്നത്. ദുആ ചെയ്യുക. ഈ ദുആ ചെയ്യുമ്പോൾ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹു നിനക്ക് നൽകുന്നതാണ്. എൻ്റെ ദുആ സ്വീകരിക്കുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടാതിരിക്കുക. നീ ദുനിയാവിൽ പരാജയപ്പെട്ടാലും നിനക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിജയിക്കാം ഇൻഷാ അല്ലാഹ്.